സിക്സ്ത് ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു മിനിമം എന്താണ് അതുകൊണ്ട് പോയിൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. എനിവേയ്സ്, ബാലൻസ് ഷീറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സം ഐറ്റം റിലേറ്റിംഗ് ടു ബാലൻസ് ഷീറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ്, എന്താണ് ബാലൻസ് ഷീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരു കോമൺ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നൊരു കാര്യം എന്താണ്, അതൊരു രണ്ട് അസറ്റും ലയബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ബാലൻസ് ഷീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി എന്നുള്ളൊരു ഇക്വേഷൻ ബേസ് ചെയ്ത്, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ? ഇപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് എന്നൊക്കെ ഉള്ളത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഓഡിയോനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാലൻസ് ഷീറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസുകളാണ്. ഓക്കെ, ഒന്നാമത്തെ ഐറ്റമാണ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നതാണ്. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, ഇറ്റ് റെപ്രസെൻറ്റ് ടെമ്പററി ലോൺസ് to bill brokers, stock brokers and other banks. If the loan is given for 1 day, it is called money at call, and if the loan cannot be called back on demand and it will require at least a notice of 3 days for calling back, it is called money at short notice. Okay, മണി അറ്റ് ഒന്നാമത്തെ ടേമാണ് ബാലൻസ് ഷീറ്റുമായി റിലേറ്റ് ചെയ്ത് മണി അറ്റ് കോൾ ആൻഡ് മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ് ടെമ്പററി ലോൺ ടു ബിൽ ബ്രോക്കേഴ്സ്. ഇറ്റ് ഈസ് ഒരു ടെമ്പററി ലോണാണ് ബിൽ ബ്രോക്കേഴ്സിനുള്ള, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആൻഡ് അതർ ബാങ്ക്സ് ബിൽ ബ്രോക്കേഴ്സ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സിനുള്ള ടെമ്പററി ലോണാണത്. If the loan is given for 1 day, ഒരു ദിവസത്തിനാണ് ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് മണി അറ്റ് കോൾ. അതിനെയാണ് നമ്മൾ മണി അറ്റ് കോൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇഫ് ദ ലോൺ cannot be called back on demand and will require at least a notice of 3 days for calling back, ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് മണി അറ്റ് ഷോർട്ട് നോട്ടീസ്. അപ്പോൾ 3 ദിവസത്തിനാണ് നമ്മളത് കോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, മണി അറ്റ് കോളും ഉണ്ട്, മണി അറ്റ് ഷോർട്ട് നോട്ടീസ് ഉണ്ട്. ഷോർട്ട് നോട്ടീസ് മീൻസ് ഇഫ് ദ ലോൺ cannot be called back on demand and it will require at least a notice of 3 days. അതായത് നമുക്ക് പെട്ടെന്ന് അത് വിളിക്കാൻ പറ്റിയില്ല, 3 days നോട്ടീസ് കൊടുത്തിട്ടാണ് നമ്മളത് ആ ഒരു ലോണ് വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ മണി അറ്റ് കോളുണ്ട്, മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്ന 2 ടേംസാണ്. അടുത്താണ് അഡ്വാൻസസ് ഇൻക്ലൂഡ് ബിൽ ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ്ഡ്, ലോൺസ്, ക്യാഷ്, ക്രെഡിറ്റ്സ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്. എന്താണ് അഡ്വാൻസ് എന്ന് പറയുന്നതിനകത്ത് ബിൽ ഡിസ്കൗണ്ടഡ്, പർച്ചേസ്ഡ്, ലോൺസ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഈ വക കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് അഡ്വാൻസ് എന്ന് പറയുന്നത്. അതാണ് ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്. അടുത്തൊരു ടേമാണ് ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. ക്ലിയർ? എന്താണ് ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവരി ഹെഡ് ഓഫീസ് വിൽ ഹാവ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ വിത്ത് ഇറ്റ്സ് ബ്രാഞ്ചസ്. അതായത് ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും, അതിന് കുറേ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ബ്രാഞ്ചസിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസും ഡീൽ ചെയ്യുന്ന ആരായിരിക്കും, ഹെഡ് ഓഫീസ് ആയിരിക്കും. സോ ദാറ്റ് ഈസ്
Every head office will have a number of transactions with its branches, and the head office makes the necessary adjustments in its books on receipt of information from the branches. And on the date of balance sheet, some transaction may remain unadjusted in the books of head office. Such entries are recorded in the balance sheet under the subheading branch adjustment. Okay, and may appear on the asset side of the under head other assets. അതായത് ഇവിടെ നമ്മൾ ബാങ്കിൻ്റെ അക്കൗണ്ട്സുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. ബാങ്ക് അക്കൗണ്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബാങ്കുമായി റിലേറ്റ് ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും കാര്യങ്ങളും എങ്ങനെയാണ് കാണിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദ ഹെഡ് ഓഫീസ് മേക്സ് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ഇറ്റ്സ് ബുക്സ് ഓൺ റെസിപ്റ്റ് of information from the branches. On the date of balance sheet, some transaction may remain unadjusted in the books of head office. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ദിവസം നമുക്ക് കാണാൻ പറ്റും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. Such entries are recorded in the balance sheet under the subheading branch adjustment. അപ്പോൾ അങ്ങനെ ചെയ്യാത്തത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് മേ അപ്പിയർ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ഹെഡിങ് അതർ അസറ്റ്സ്. അപ്പോൾ നമ്മളിത് കാണിക്കുന്നത് അസറ്റ് സൈഡ് ഓഫ് ഹെഡിങ്ങിൻ്റെ അസറ്റ് സൈഡിൽ അതർ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, other asset if it has a debit balance, and on the liability side under the heading other liabilities it has a credit balance. Next, bills for collection. Bills for collection at when the bank receives bills receivable from its customer for collection, it gives them till maturity. On the date of maturity, when bills are collected, customer's account is credited with the amount collected. If some bills remain outstanding, such bills are treated by the banks as outstanding bill for collection. It is shown on the contingent liability. ഷെഡ്യൂൾ 12 കണ്ടിജൻ്റ് ലയബിലിറ്റിയിലാണ് നമ്മളിത് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ബിൽസ് ഫോർ കളക്ഷൻ അത് ആക്സെപ്റ്റൻസ്, എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് അതർ ഒബ്ലിഗേഷൻ. ആക്സെപ്റ്റൻസ്, എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് അതർ ഒബ്ലിഗേഷൻ അത് this represents bank's liability on account of bills endorsed or accepted on behalf of its customer for greater security, and the drawer of bill wants acceptance of drawee banks, and the bank incur a liability by accepting the bill on behalf of customer, and the maturity of bill banks pay and collect the amount from its customer at the end of accounting period, and if T is any outstanding bill, it is shown as contingent liability. ആക്സെപ്റ്റൻസ് എന്താണ്, എൻഡോഴ്സ്മെൻറ്റ് എന്താണ് അതർ ഒബ്ലിഗേഷൻസ്. അതായത് ദിസ് റെപ്രസെൻറ്റ് ദ ബാങ്ക്സ് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ബിൽ endorsed or accepted on behalf of its customer for greater security. The drawer of bill wants acceptance of drawee bank, and the bank incur a liability by accepting the bills on behalf of customer. On the maturity of bill, the bank pays and collect the amount from its customer at the end of accounting period, and if this is an outstanding bill, it is shown on the contingent liability. Clear? ഇത്രയാണ് മെയിനായിട്ട് എക്സ്പ്ലനേഷൻ ഓഫ് സം ഐറ്റം റിലേറ്റിംഗ് ടു ബാലൻസ് ഷീറ്റിനകത്ത് നമുക്ക് മെയിനായിട്ട് മണി
കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, അഡ്വാൻസ് എന്താണ്, ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ, ബിൽ ഫോർ കളക്ഷൻ, ആക്സെപ്റ്റൻസ്, എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് അതർ ഒബ്ലിഗേഷൻ. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ഇതുവരെ റിലേറ്റ് ചെയ്ത പ്രോബ്ലമാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ.